Good morning everyone. I hope all of you are doing good. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ നമ്മൾ ഒരു ചാർജിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കോമ്പിനേഷൻ ഓഫ് ചാർജസ് കാണിക്കും. കാണുന്നുണ്ടല്ലോ, സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, രണ്ട് ചാർജുകളുടെ ഒരു കോമ്പിനേഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്തൊക്കെയാണ് കാണുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് ഇതിൽ കാണുന്നത്? അതെ, രണ്ട് ചാർജസ് ഉണ്ട്, പിന്നൊന്നുമില്ല. രണ്ട് ചാർജസിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. സൈനൊന്ന് നോക്കി. സൈൻ ഓപ്പോസിറ്റാണ്. ഇനി രണ്ട് ചാർജും കൂടി കോയിൻസൈഡ് ചെയ്യണോ അതോ രണ്ട് ചാർജും സെപ്പറേറ്റഡ് ആണോ എന്ന് നോക്കുക. സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഈ കോമ്പിനേഷനിൽ നിങ്ങൾ കാണുന്നത് രണ്ട് ചാർജസ് ഉണ്ട്, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, opposite in sign, they are separated by some distance. This arrangement is called an electric dipole. So we can say an electric dipole is a pair of charges of equal magnitude and opposite sign separated by some distance. So we can define electric dipole as a pair of charges having equal magnitude and opposite sign and they are separated by some distance. ഈ ഫിഗറിൽ രണ്ട് ചാർജസിനെയും പ്ലസ് ക്യൂ എന്ന ചാർജിനെയും മൈനസ് ക്യൂ എന്ന ചാർജിനെയും ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ദാറ്റ് ലൈൻ ജോയിനിങ് ദ ചാർജസ് ഈസ് കോൾഡ് ഡൈപോൾ ആക്സിസ്. ഈ ഡൈപോളിൻ്റെ കേസിൽ ടോട്ടൽ ചാർജ് ഓഫ് എ ഡൈപോൾ നമുക്ക് കാണാം. ഡൈപോളിൻ്റെ ചാർജ് ഒന്ന് പ്ലസ് ക്യൂ ആണ്, രണ്ടാമത്തേത് മൈനസ് ക്യൂ ആണ്. So the total charge of the electric dipole will be the sum of these two by a basic property of electric charge called the additive property. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം, പ്ലസ് ക്യൂവിൻ്റെയും മൈനസ് ക്യൂവിൻ്റെയും കൂടി സം എടുക്കുമ്പോൾ the total charge of the dipole കിട്ടും. And you can see the total charge of the dipole is nothing but 0. ഒരു പോയിന്റ് ചാർജ് അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഈ പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് രണ്ട് ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഒന്ന് ചാർജ്, രണ്ടാമത്തേത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പിനേഷൻ, ഡൈപോളിൻ്റെ ഈ കോമ്പിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക? നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ. ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യും? ഒബ്വിയസ്ലി ആദ്യത്തേത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ആ പോയിന്റ് ഡൈപോളിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണോ അത്. ഓക്കെ, ഇനി അതെ, ഈ ചാർജസിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇത് രണ്ടും കൂടാതെ ഒരെണ്ണം കൂടിയുണ്ട്. അത് ഈ രണ്ട് ചാർജസിൻ്റെയും സെപ്പറേഷനാണ്, രണ്ട് ചാർജസിനും ഇടയിലുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിനെ നമുക്ക് ഡൈപോൾ ഫീൽഡ് എന്ന് പറയാം. ഈ ഡൈപോൾ ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒന്ന് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, രണ്ടാമത്തേത് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസാണ്, മൂന്നാമത്തേത് ചാർജ് തമ്മിലുള്ള സെപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ചാർജ് തമ്മിലുള്ള സെപ്പറേഷനും ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും തമ്മിലുള്ള പ്രോഡക്റ്റ് ഈ ഡൈപോളിൻ്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ആവശ്യമായിട്ടുള്ളൊരു ഫാക്ടറാണ്. ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. സോ വി ക്യാൻ ഡിഫൈൻ the electric dipole moment as the product of magnitude of charge and separation between the charges. ഈ ഡൈപോളിൽ രണ്ട് ചാർജസിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണാം, അത് ഞാൻ 2a എന്ന് മാർക്ക് ചെയ്യുന്നു. അതിനൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ടോട്ടൽ ഡിസ്റ്റൻസിന് 2a എന്നാണ് എടുത്തിരിക്കുന്നത്. എന്തിനാണെന്ന് നമുക്ക് പിന്നെ നോക്കാം. a എന്നല്ല, ഞാൻ 2a എന്ന് എടുത്തിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസിനെയും ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ടോട്ടൽ ചാർജ് ഓഫ് ദ ഡൈപോൾ അല്ല, കാരണം ടോട്ടൽ ചാർജ് ഓഫ് ദ ഡൈപോൾ 0 ആണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും രണ്ട് ചാർജസിനും ഇടയിലുള്ള ഡിസ്റ്റൻസും, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പ്രോഡക്റ്റിനെ നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞു. സോ നമുക്കതിൻ്റെ ഇക്വേഷനാക്കി ഇങ്ങനെ എഴുതാം. ഡൈപോൾ മൊമെൻറ്റ് P ഈക്വൽസ് 2a ഇൻറ്റു Q, where Q ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ചാർജ് and 2a is the distance between the charges. ഈ ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടതുപോലെ ഡൈപോൾ മൊമെൻറ്റ് ഓൾസോ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. ഡൈപോൾ മൊമെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി directed from the negative charge
to the positive charge along the dipole axis. Intensity of electric field in directionumayittu confusion avarudhu. Electric dipole moment also is a vector quantity and it is directed from the negative charge to the positive charge along the dipole axis. നമുക്കിനി ഇതിൻ്റെ യൂണിറ്റിനെ കുറിച്ച് നോക്കാം. ഡൈപോൾ മൊമെൻ്റ് ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആവുമ്പോൾ യൂണിറ്റ് വിൽ ബി കൂളോം മീറ്റർ. ഇതിൻ്റെ സിമ്പിൾ നമുക്ക് കാണാം. കൂളോം മീറ്റർ ക്യാപിറ്റൽ സി ഇൻറ്റു സ്മോൾ എം. കൂളോം മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഈ കൂളോം മീറ്റർ എന്ന് ഇങ്ങനെ തന്നെയാണോ എഴുതുന്നത്? കൂളോമീറ്റർ എന്ന് എഴുതുന്ന ഇങ്ങനെ എഴുതിക്കൂടെ? എന്താ ഡിഫറൻസ് എന്ന് നോക്കി. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് ക്യാപിറ്റൽ സിയും സ്മോൾ എമ്മുമാണ്. ഇപ്പോൾ എഴുതിയിരിക്കുന്നത് സ്മോൾ സിയും സ്മോൾ എമ്മുമാണ്. ക്യാപിറ്റൽ സിയും സ്മോൾ എമ്മുമാണോ അതോ സ്മോൾ സിയും സ്മോൾ എമ്മുമാണോ? സ്മോൾ സിയും സ്മോൾ എമ്മും ഒരു യൂണിറ്റ് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം അത് കൂളോമീറ്റർ എന്നാവില്ല, അത് പറഞ്ഞു സെൻറ്റിമീറ്റർ എന്നേ ആവും. അപ്പോൾ യൂണിറ്റ് എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സി ക്യാപിറ്റൽ തന്നെയായിരിക്കണം. ക്യാപിറ്റൽ സിയും സ്മോൾ എമ്മുമാണ് കൂളോമീറ്ററിൻ്റെ സിമ്പിൾ. ഇനി ചാർജ് ഇൻറ്റു ചാർജ് സെപ്പറേഷനാണ് ഡൈപോൾ മൊമെൻറ്റ്. ചാർജ് ഇൻറ്റു ചാർജ് സെപ്പറേഷൻ തന്നെയല്ലേ ചാർജ് സെപ്പറേഷൻ ഇൻറ്റു ചാർജും. അങ്ങനെയാണെങ്കിൽ കൂളോം മീറ്റർ എന്നുള്ളതിന് പകരം എനിക്ക് മീറ്റർ കൂളോം എന്ന സെൻസിൽ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഒന്നാലോചിച്ച് നോക്കി. ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ എഴുതിയിരിക്കുന്നത് മീറ്റർ കൂളോം എന്നാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇലക്ട്രിക് ഡൈപോളിൽ രണ്ട് ക്വാണ്ടിറ്റീസാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒന്ന് ചാർജ്, രണ്ടാമത്തേത് ചാർജ് സെപ്പറേഷൻ. ലെറ്റ്സ് അസ്യൂം ദ ചാർജ് Q tends to infinite and the separation 2a tends to 0. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഡൈപോൾ മൊമെൻറ്റ് P വിച്ച് ഈസ് 2a into Q ഈസ് ഫൈനൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഡൈപോളിനെ നമ്മൾ പറയുന്ന പേരാണ് പോയിൻറ്റ് ഡൈപോൾ എന്ന്. സോ എ ഡൈപോൾ ഈസ് ട്രീറ്റഡ് ആസ് എ പോയിൻറ്റ് ഡൈപോൾ ഇഫ് Q tends to infinity and 2a tends to 0 and the dipole moment is finite. That type of dipole is called a point dipole. നമ്മൾ ഈ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിനി ഒരു ന്യൂമറിക്കൽ ചെയ്യാം. ഞാൻ സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം. നോട്ട്ബുക്കിലേക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുക. ഞാൻ വായിക്കാം ക്വസ്റ്റ്യൻ. എ സിസ്റ്റം ഹാസ് ടു ചാർജസ് QA equals 2.5 into 10 raised to minus 7 coulomb and QB equals minus 2.5 into 10 raised to minus 7 coulomb located at points A 0, 0, minus 15 centimeter and B 0, 0, plus 15 centimeter respectively. What are the total charge and electric dipole moment of the system? എഴുതിയോ? എല്ലാവരും എഴുതിയോ ക്വസ്റ്റ്യൻ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. എല്ലാവരും ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നോക്കി. അവർ പറഞ്ഞ എന്താ? there are two charges. First one has a magnitude of 2.5 into 10 raised to minus 7 coulomb and the second one has a magnitude of minus 2.5 into 10 raised to minus 7 coulomb. These are the two charges. ആ രണ്ട് ചാർജസിൻ്റെയും പ്രോപ്പർട്ടി ഇപ്പോൾ തന്നെ നോട്ട് ചെയ്യൂ. Both of them are equal in magnitude and they are having opposite sign. Then they are located at 2 points. ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. നോക്കി, എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്താണെന്ന് നോക്കുക. 0, 0, minus 15 centimeter and coordinate of B is 0, 0, plus 15 centimeter. ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് ആക്സിസിലാണ് ഈ ചാർജസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? എക്സിലാണോ, വൈയിലാണോ, ഇസഡിലാണോ? കോർഡിനേറ്റ്സ് നോക്കിയാൽ അറിയാൻ പറ്റും, പെട്ടെന്ന് അറിയാൻ പറ്റും. അതെ, ബോത്ത് ദ ചാർജസ് ആർ പ്ലേസ്ഡ് ഓൺ ഇസഡ് ആക്സിസ്. ഇനി നോക്കൂ,
ഇസഡ് ആക്സിസിൽ ഒറിജിനിൻ്റെ ഒരു സൈഡിൽ തന്നെയാണോ നോക്കി? അല്ല. ഒരു ചാർജിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് -15 സെൻറ്റിമീറ്ററിലും മറ്റേ ചാർജ് പ്ലേസ് ചെയ്തിരിക്കുന്നത് +15 സെൻറ്റിമീറ്ററിലുമാണ്. അപ്പോൾ ഒറിജിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ ചാർജസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇസഡ് ആക്സിസിൽ ഒന്ന് +15ലും രണ്ടാമത്തേത് -15ലും. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു ഗ്രാഫിലേക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ഫിഗറിൽ നോക്കൂ, ഞാൻ ഇസഡ് ആക്സിസ് വരച്ചിട്ടുണ്ട്, എക്സ് ആക്സിസുമുണ്ട്. ഒറിജിൻ കാണാം, O എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഒറിജിനാണ്. ആ രണ്ട് പോയിൻറ്റ്സ് നോക്കുക. എ എന്ന് പറയുന്ന പോയിൻ്റ് ഞാൻ -15 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ പോയിൻറ്റ് ബി ഈസ് മാർക്ക്ഡ് ആസ് +15. എ എന്ന പോയിൻറ്റിലെയും ബി എന്ന പോയിൻറ്റിലെയും ചാർജസ് QA QB എന്ന് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ഡൈപോളായി. ഇനി നമുക്ക് ക്വസ്റ്റനിലേക്ക് വന്നാൽ ഫസ്റ്റ് പാർട്ട് നോക്കി, വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ്? അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ടോട്ടൽ ചാർജ് ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ ഈസ് 0. Here both the charges are equal in magnitude and opposite in sign. Obviously the sum will be 0. രണ്ടാമത്തേതോ dipole moment of the system. Dipole moment of the system calculate ചെയ്യാൻ we have the equation P equals 2A into Q. Q is the magnitude of the charge. Question തന്നിട്ടുണ്ട്. Then the problem is what is 2A? നമ്മൾ കണ്ടു 2A is the distance between the charges. ഫിഗറിലേക്ക് നോക്കുക, what is the distance between the charges? Is it 15 centimeter? Watch the figure clearly. No, it's not 15 centimeter. It is 30 centimeter. So 2A is equal to 30 centimeter or 0.3 meter. ഇപ്പോൾ നമുക്ക് 2Aയുടെ വാല്യൂം അറിയാം, Qൻ്റെ വാല്യൂം അറിയാം. P equals 2AQ എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. then you calculate. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 7.5 into 10⁻⁻8 കൂളോം മീറ്റർ എന്നാണ്. ഡൈപോൾ മൊമെൻ്റ് വെക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ കൂടി പറയണം. നമുക്കറിയാം ഡയറക്ഷൻ ഈസ് ഫ്രം ദ നെഗറ്റീവ് ചാർജ് ടു ദി പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് ഈസ് കെപ്റ്റ് അറ്റ് B and positive charge is kept at A. So the direction of electric dipole moment is from B to A, or I can say it is directed along the negative Z axis. ഇത്രയും ആകുമ്പോഴേക്കും ആ പ്രോബ്ലം കംപ്ലീറ്റ് ആകും. നമുക്ക് ഈ ഇലക്ട്രിക് ഡൈപോളിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഈ ഫിഗറിൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കാണാം. E എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. എ പെർമനൻറ്റ് ഡൈപോൾ ഈസ് പ്ലേസ്ഡ്, ദ ഡൈപോൾ ഈസ് AB, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫീൽഡ്. ദ ചാർജസ് ആർ ഷോൺ ആസ് -Q ആൻഡ് +Q. The two charges are separated by a distance 2A. കാണുന്നുണ്ടല്ലോ, ഫിഗറിൽ കാണുന്നുണ്ടല്ലോ എല്ലാം. 2A എന്ന സെപ്പറേഷൻ ഉണ്ട്. നോക്കൂ, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് വെക്ടർ നോക്കൂ. ഇറ്റ് ഇസ് ഡയറക്റ്റഡ് ഫ്രം -Q to +Q along the dipole axis. The angle between intensity of electric field and the electric dipole moment vector is marked as theta in the figure. Okay. Now, both the charges are placed in an electric field. ആണല്ലോ. If the charges are placed in an electric field, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ്, the charges will experience a force. And we know the positive charge will experience a force in the direction of the electric field. പോസിറ്റീവ് ചാർജിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഫോഴ്സ് നോക്കി, ദാറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. അതുപോലെ നെഗറ്റീവ് ചാർജിലെ ഫോഴ്സ് നോക്ക്. നെഗറ്റീവ് ചാർജിലെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ടാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടുമാണ്. സോ ദർ ആർ ടു ഫോഴ്സസ്, ബോത്ത് ദ ഫോഴ്സസ് ആർ ഹാവിംഗ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് and the opposite sign. Obviously the sum of forces acting on the dipole is 0. But since the forces are separated, you know these two forces can produce a torque. Yes, it can produce a torque, and we are going to calculate the torque acting on the dipole. The torque calculate ചെയ്യുന്നതിന് വേണ്ടിയിട്ട് I am marking the lines of action of both the forces, and in the figure you can see the perpendicular distance between the lines of actions of the forces is 2A sin theta. Now, നമുക്ക് torque calculate ചെയ്യാം. Magnitude of the torque is given by any one force into the perpendicular distance between the forces. The force is QE and the distance between them is 2A sin theta. ഈ ഇക്വേഷനിൽ നമുക്ക് 2A into Q ഒരുമിച്ച് മാറ്റി എഴുതാമല്ലോ. 2A into Q is the dipole moment P.
So, the magnitude of the torque will become Pe sin theta. This is the expression for the torque acting, torque tau equal to Pe sin theta. And the torque in vector form, we can write the torque tau equals P cross E. So, that becomes the expression for the torque acting on an electric dipole. You remember that equation, tau equals P cross E. In the figure, I am giving you the direction of electric field, and electric dipole moment vector also is shown in the figure. We know tau is equal to P cross E. So, tau will be perpendicular to both P and E. To find out the direction, I am using the right hand rule. All the fingers of the right hand except the thumb, I am placing in the direction of P. Then curling towards E, you can see my thumb is directed into the plane of the screen. Clear? So, the torque in this case is directed into the plane of the screen and its magnitude is Pe sin theta. This is how we calculate the torque acting on a dipole. Okay. Now, let us go for some special cases. You see the figure? In the figure, you can see an electric field vector and electric dipole moment. അത് രണ്ടും നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് അറിയാൻ പറ്റും, both of them are perpendicular. In this case, what will be the torque acting? We have the equation tau equal to Pe sin theta, and in this case theta is equal to 90. So, the torque will be maximum, and the maximum torque is tau equal to Pe. Then what is the force acting? Obviously, the force acting in this is 0. Now, let us go for another special case. You see the figure. Here also you are given two vectors, vector E and vector P, and both the vectors are parallel here. So, the angle between them is 0. Let us calculate the torque. Torque is equal to Pe sin 0 will give you 0. So, torque is equal to 0 and force also is equal to 0. One more special case. The intensity vector and P vector are given in the figure. You see, they are anti-parallel. Anti-parallel means angle between them is 180. Calculate the torque. Tau equals Pe sin 180. Again, you will get 0. In this case also, torque is equal to 0 and force also is equal to 0. In all these cases, we were discussing uniform electric field. Uniform electric field ന്റെ പ്രത്യേകത നമുക്കറിയാം. The intensity of electric field will have the same magnitude and direction at all points. That type of field is called a uniform electric field. നമുക്കൊരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്താം. I am considering a field which is non-uniform. Non-uniform means at different points the intensity of electric field will be having different magnitudes and different direction. See, in the figure you can see an electric field, and I assume that electric field is increasing from left to right. You can see it in the figure. It is increasing from left to right. So, the electric field increases in the direction of arrow mark shown. In that electric field, let us place a dipole. You see, a dipole is placed there. The charges on the dipole, you can see there are two charges, one is minus q, the other one is plus q. See the figure? Dipole moment is directed from the negative to the positive, and here you can see intensity of electric field and dipole moment are parallel. If they are parallel, we have no doubt the torque acting will be Pe sin theta is 0. Now, let us think about the force acting. There will be a force on minus q and there will be a force on plus q. നന്നായിട്ട് ആലോചിച്ച് നോക്കുക, ഏത് ചാർജിലെ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ? ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, intensity of electric field is increasing in the direction shown in the figure. That means the charge minus q is placed at a point where the intensity is low, and the charge plus q is placed at a point where the intensity of electric field is high. ഈ കേസിൽ ഇത് ക്ലിയർ ആണ്,
പോസിറ്റീവ് ചാർജിലെ ഫോഴ്സ് നെഗറ്റീവ് ചാർജിലെ ഫോഴ്സിനേക്കാളും കൂടുതലാണ്. സോ ദ നെറ്റ് ഫോഴ്സ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. So we can come to a conclusion there. In the case of a non-uniform electric field, the net force acting on the dipole is not zero. Moreover, that force is acting in the direction of increasing electric field. ഇതുപോലെ ഒരു കേസ് നമുക്ക് നോൺ യൂണിഫോം ഫീൽഡിൽ വെക്ടർ ഇയും വെക്ടർ പിയും ആൻറ്റി പാരലായിട്ട് വരുന്ന സിറ്റുവേഷൻ ഫിഗറിൽ കാണുന്നുണ്ട്. ഫിഗർ നന്നായി നോക്കുക. ഈ ദ സെയിം ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഇൻക്രീസിങ് ടുവേഴ്സ് റൈറ്റ്, ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ദെയർ. ഡൈപോൾ ഞാൻ വരുത്തിയിരിക്കുന്ന ഡിഫറൻസ് ഫിഗറിലേക്ക് നോക്കുക. ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഫീൽഡ്. ദാറ്റ് മീൻസ് ദേ ആർ ആൻറ്റി പാരലൽ. ഹിയർ the force acting on the positive charge will be less and force acting on the negative charge will be more. Clear? So the net force will be opposite to the direction of intensity of electric field. So here our conclusion is, when intensity of electric field and electric dipole moment are anti-parallel, the torque acting is 0, as usual it is 0, and the net force is in the direction of decreasing electric field, means in a direction opposite to the direction in which the electric field is increasing. നമുക്കിത് ഒരു ചെറിയ ന്യൂമറിക്കൽ കൂടി ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് എഴുതണം ആ ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രിക് ഡൈപോൾ വിത്ത് ഡൈപോൾ മൊമെൻറ്റ് 4 into 10⁻⁻⁹ coulometer is aligned at 30 degree with the direction of a uniform electric field of magnitude 5 into 10⁻⁴ Newton per coulomb. Calculate the magnitude of the torque acting on the dipole. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ഞാൻ സോൾവ് ചെയ്യുന്നില്ല. നിങ്ങളിതൊരു ഹോംവർക്കായിട്ട് ശ്രമിക്കുക. ഒരു ഹിൻഡ് ഞാൻ പറയാം. ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഗിവൺ. ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ തീറ്റ ഓൾസോ ഈസ് ഗിവൺ. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്. ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. യു റൈറ്റ് ദ ഫോർമുല ഫോർ ദ ടോർക്ക്, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ആൻഡ് കാൽക്കുലേറ്റ്. ഡയറക്ട്ലി യു വിൽ ഗെറ്റ് ദ ആൻസർ. നമ്മൾ ഇന്ന് പറഞ്ഞത് നമുക്കൊന്നുകൂടി ഒന്ന് ഫാസ്റ്റായിട്ട് നോക്കാം. ആദ്യം നമ്മൾ കണ്ടത് ഡൈപോളാണ്. A pair of equal and opposite charges separated by a distance is called an electric dipole. Magnitude of the dipole moment is the product of magnitude of any one charge and the separation between the charges. Electric dipole moment is directed from the negative charge to the positive charge along the dipole axis. SI unit of electric dipole moment is coulomb meter. The equation for electric dipole moment is P equals 2A into Q. In a uniform field, a dipole experiences a torque and no force. When the electric dipole moment vector is perpendicular to the electric field, the torque acting on the dipole is maximum and maximum torque is P into E. In a non-uniform field, a dipole will experience a force and in general a torque. When dipole moment vector and intensity of electric field are parallel or anti-parallel, the torque becomes 0. When E and P are parallel, the force acting on the dipole is in the direction of increasing electric field. When E and P are anti-parallel in a non-uniform field, the force acting on the dipole is in the direction of decreasing electric field. Now let's do an assignment. You write the question. Draw the orientation of an electric dipole in a uniform electric field such that the dipole experiences 1. Maximum torque, 2. Minimum torque, 3. Half of the maximum torque, 4. 1 by root 2 times the maximum torque, 5. 76.6% of the maximum torque. Okay. ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഹിൻഡ് പറയാം.
an electric dipole is placed in an electric field, you have to just draw two vectors showing the direction of intensity of electric field and dipole moment in the given situations. In the first part, they need the angle between vector E and vector P when the torque is maximum. For this we can use the formula tau equal to P sin theta, and we know the torque will become maximum when sin theta is maximum, that is when theta equals 90. So the orientation will look like this. Similarly, you find the angle between vector E and vector P for minimum and all other cases. ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ടോർക്കിന് ഒന്നിലധികം ആംഗിൾസ് പോസിബിൾ ആണെങ്കിൽ ആ എല്ലാ ആംഗിളും വരയ്ക്കാൻ മറക്കരുത്. ഈ അസൈൻമെൻറ്റും നമ്മൾ തന്നിരിക്കുന്ന ഹോംവർക്കും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. താങ്ക് യു. Stay home, stay safe. Let's break the chain.